ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ 2 സ്ട്രോബെറി ചെടിയിലും പഴമുണ്ടായി. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പം ഇതാ 2 എണ്ണത്തിലും കണ്ടു, ഒരു കൊലയിലായിട്ട് നിറയെ ചെറിയ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. 2 എണ്ണം പാകമാവാറായി ഈ ഒരു പോട്ടിൽ. ഈ അടുത്ത പോട്ടിലും 2 പഴുത്ത പഴങ്ങൾ റെഡിയാണ് ഇപ്പം പറിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് പറിച്ചില്ലെങ്കിൽ നാളേക്ക് അത് എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് ഡാമേജായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിടുന്നത്. കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ പോട്ടിൽ നട്ടുപിടിപ്പിച്ച് ഇനിയിപ്പോൾ ഈ പഴമൊക്കെ പറിച്ചതിന് ശേഷം, ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഈ സമയത്ത് പഴം പിടിച്ചത്. അതായത് ഈ തണുപ്പുള്ള, അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് സാധാരണ പഴങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ വളരെ റയറായിട്ട് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ വലിയ പോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് മദർ പ്ലാന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പം ഞാനിത് എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് വേര് പിടിപ്പിച്ചെടുത്തതാണ്. ആ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മണ്ണ് നിറച്ച പോട്ടുകൾ നമ്മുടെ മദർ പ്ലാന്റിനടുത്ത് വെച്ചാൽ ഇങ്ങനെ വള്ളി വന്ന് നീണ്ട് അതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ വേര് പോലെ തന്നെ ഡെവലപ്പായി അത് മണ്ണിലേക്ക് ഇറങ്ങി ചെടികൾ പല പോട്ടുകളിലും ഉണ്ടായിക്കോളും. അപ്പം നമ്മളത് കുറേ വേര് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചത് മാത്രം മതി, ആ വള്ളിയുടെ ഒരു എൻഡ്. അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സറിൽ അല്പം ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം കുറച്ചുകൂടെ വലുതാവും. ഇപ്പോൾ ഇത് ചെറിയ പോട്ടിലായതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് പഴം ഇത്രയും ചെറുതായിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ വലുതായിട്ട് കിട്ടാൻ നമുക്ക് നമ്മുടെ വളപ്രയോഗത്തിലൂടെ നടക്കും. നമ്മളൊരിക്കലും പിന്നെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ കിട്ടുന്നത് മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കറക്റ്റ് സമയത്തിന് ഇതിന് ആ ഒരു സീസൺ വരുമ്പോഴേക്കും നമ്മൾ ഇതിന് പിന്നെ ചാണകപ്പൊടിയും അതുപോലെ തന്നെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാമെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പഴം ഉണ്ടായി വരുമ്പോഴും അത് ഉറുമ്പ് തിന്നാനും മറ്റ് പ്രാണികളുടെ ആക്രമണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഡെയിലി അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, സമയമാകുമ്പം അതിനെ എടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പാലിൽ സ്ട്രോബെറിയും ഇതൊക്കെ ചേർത്ത് ഷേക്ക് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞങ്ങൾ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്, ഷേക്കൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്ട്രോബെറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെയുള്ള റയർ പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കിയെടുക്കുക, സന്തോഷം നമ്മൾ അനുഭവിക്കുക. അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.